ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇന്ത്യ അമേരിക്ക പറഞ്ഞതുപോലെ താരിഫ് കുറയ്ക്കാമെന്നെല്ലാം സമ്മതിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ഇവരോട് അതൊന്നും പറയാതിരുന്നപ്പോൾ ഇവർ നമ്മുടെ അഡ്വാൻറ്റേജ് എടുത്തു. ഇപ്പോൾ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്തപ്പോൾ ഒടുവിൽ അവർ നമ്മൾ പറയുന്നതിനനുസരിച്ച് വഴിപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്നത് അവരെ അനുസരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ട്രംപ് വലിയ ഡയലോഗൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഷൈൻ ചെയ്തതാണ്. സോ ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആരും വലിയ രീതിയിൽ പ്രതികരിച്ചൊന്നുമില്ല. നരേന്ദ്രമോദിയൊന്നും പ്രതികരിക്കാറില്ല. ഈ മോദിയെയും പുടിനെയും ഒക്കെ പോലെയുള്ള അത്യാവശ്യം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നേതാക്കൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊന്നും കയറി അങ്ങ് പ്രതികരിക്കാറൊന്നുമില്ല. അതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ചൊക്കെ പ്രതികരിക്കും. ഇപ്പോൾ ഇലോൺ മസ്കിന്റെ ഷെയർ ഇടിഞ്ഞ സമയത്ത് ടെസ്ലയ്ക്ക് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് മാനം കെട്ട് ടെസ്ല കാറുകളെ വൈറ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത് ഒരു തരംതാണ നിലയിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് മാറുന്നത് കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ അത് വലിയ വാർത്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രംപ് സ്വന്തം വാല്യൂ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ജൽപ്പനങ്ങൾക്ക് ആരും വലിയ വില കൊടുക്കാത്തൊരു സ്ഥിതി വരും. ട്രംപ് അയാൾ പറയും വലിയ കാര്യമൊന്നുമില്ല എന്ന നിലയിലേക്ക് മാറുകയാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും നേരെ ഒരിക്കൽ താരിഫ് ചുമത്തുന്നു, കുറച്ചു ദിവസം കഴിയുമ്പോൾ പിൻവലിക്കുന്നു, വീണ്ടും ചുമത്തുന്നു. അങ്ങനെ വാക്കിന് വിലയില്ലാത്ത വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറയുന്ന പോലത്തെ ഒരു മനുഷ്യൻ ഒരു 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 എന്താ പറയുക, ഒരു കോമാളിയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് മാറുകയാണ്. മുൻപ് അവസാന കാലത്ത് ബൈഡൻ എന്തായിരുന്നു അതിനേക്കാൾ കേവലമായിട്ട് ട്രംപ് മാറുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഇത് പരമമായ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അമേരിക്കൻ ഇന്ത്യൻസും ഇയാളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവരും വ്യക്തമാക്കി കഴിഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യന്, നിലപാടില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ അടുത്തിടെ ഒരു സർവേ നടന്നു, അതിൽ അവർ ഇന്ത്യക്കൊപ്പമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ട്രംപിന് അടി പതറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. ട്രംപ് കുറച്ച് തീവ്രമായ ദേശീയവാദികളെ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ പ്രതികരണം നടത്തിയത് ട്രംപ് പറഞ്ഞതിന് ഉടനെ തന്നെ പത്രസമ്മേളനം വിളിച്ചില്ല, നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ സമ്മതിച്ചിട്ടില്ല എന്നൊന്നും ഇന്ത്യ പറയാൻ പോയില്ല. അയാൾ എന്തേലും പണ്ടാരം പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യ കണ്ടത്. പക്ഷെ ഇത് പാർലമെന്റിൽ ഈ ഒരു ടോപ്പിക്ക് വന്ന സമയത്ത് ഇന്ത്യക്ക് പാർലമെന്ററി പാനലിന് മുന്നിൽ ഇത് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് സെക്രട്ടറി സുനിൽ ബർത്വാൾ അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ട്രേഡ് ചർച്ച നടക്കുന്നുണ്ട്, വ്യാപാര ചർച്ച നടക്കുന്നുണ്ട്. ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല, ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യ യാതൊന്നും തന്നെ കമ്മിറ്റ് ചെയ്തിട്ടില്ല യു എസിനോട് താരിഫിന്റെ കാര്യത്തിൽ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നമ്മുടെ കൊമേഴ്സ് സെക്രട്ടറിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം വേറെ ഒന്നുമില്ലല്ലോ. ഇന്ത്യയുടെ കൊമേഴ്സ് സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ താരിഫുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റ്മെന്റും യു എസിന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കില്ല. ഇരു രാജ്യങ്ങൾക്കും മ്യൂച്വൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിലേ ഇന്ത്യ പോവുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പൊസിഷനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു ട്രേഡ് പോളിസിയും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവില്ല എന്നുകൂടി ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപ് പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ട്രംപിന്റെ തള്ളുകൾക്ക് പുല്ല് വിലയാണ് ഇന്ത്യ കൊടുക്കുന്നത്. പുല്ല് വില എന്ന് വെച്ചാൽ അവഗണിക്കുകയാണ്, റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല ഇന്ത്യ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ സകല പോളിസികളും പൊളിഞ്ഞ് പാളീസായിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ട്രംപിനെ പല കാര്യങ്ങൾ കൊണ്ടും ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീഡിയോകളിൽ അത് പറയാറുണ്ട്. ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രംപ് ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഈ യു എസ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ അത് നിർത്തലാക്കിയതൊക്കെ ഇന്ത്യക്ക് നല്ലതാണ്. പക്ഷേ ട്രംപിന്റെ ഫോറിൻ പോളിസിയിൽ കാര്യമായ കുഴപ്പമുണ്ട്. ട്രംപ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വാല്യൂ കൊടുക്കുന്നില്ല. അത് യൂറോപ്പുമായിട്ടും കൊടുക്കുന്നില്ല, അത് ഇന്ത്യയുമായിട്ടാണെങ്കിലും. ട്രംപ് ഒരു സ്വാർത്ഥനായ ബിസിനസ്സുകാരനായി മാത്രം ചുരുങ്ങുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇത് വർക്കാവില്ല. വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ യു എസിന് നേരിടേണ്ടി വരും.